ഇറക്കി തുടങ്ങി. പക്ഷെ കുറെ വർഷം കഴിഞ്ഞ് 2018 എനിക്ക് എന്റെ ആദ്യത്തെ സിനിമ കിട്ടിയത്. ടൊവിനോ ഫാൻസ് ഉണ്ടോ? സുഷിൻ ഷ്യാം ഫാൻസ് ഉണ്ടോ? ഓക്കെ, അവരുടെ നോമ്പ് 2018 പറഞ്ഞ മറഡോണയായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ. ഇത്രയും വർഷം കഴിഞ്ഞു. ഞാൻ എന്റെ 26ാമത്തെ സിനിമയാണ് ഇപ്പോൾ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ, ധ്യാൻ ശ്രീനിവാസന്റെ. അതിൽ ഞാൻ നെപ്റ്റ്യൂൺ എന്നുള്ള സോങ് റാപ്പ് ഇതിൽ ആക്ച്വലി പാടി. 2025 മുതലാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന റാപ്പർ അല്ലാതെ ഒരു സിംഗർ ആയിട്ട് കൂടി പരിഗണിച്ചത്. ഒരു ട്രാക്ക് പാടി. അതിപ്പോ നല്ലൊരു വ്യൂസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും പോയി കാണണം. അതിന് മുന്നേ ആന്റണി വർഗീസിന്റെ ഫാൻസ് ഉണ്ടോ? ഓക്കെ, പുള്ളിയുടെ ദാവീദ് എന്നുള്ള പടത്തിൽ ഞാൻ പാട്ട് പാടി. മടിരാജ പണി വളർന്നിരിക്കുന്ന രാജ റാണി, അവർക്കുണ്ട് കൊഞ്ചം കൺഫ്യൂസ് ആയ ഒരു രാജകുമാരി. ഇതിനൊക്കെ തുടക്കമിട്ടത് അന്ന് തന്നെ റിലീസായ പൈങ്കിളി എന്നുള്ള മൂവിയാണ്. അതിന് പറയാനുള്ള ജസ്റ്റിൻ വർഗീസ് ആണ്. അദ്ദേഹമാണ് എന്നെ പിടിച്ച് ഗായകനാക്കിയത്. അപ്പൊ അതിനെ കുറിച്ച് ഗോൾബർഗ് അറിയാം. കുത്തിക്കുത്തന അസ്ഥിക്കുള്ളിൽ നീയാ ഇഷ്ടം കൂടാൻ ബാബാ ക്യൂട്ടി പെണ്ണേ. നമുക്ക് ചുറ്റുള്ളവരെല്ലാം നമുക്കൊരു നൃത്തം ചെയ്യാം. വീണ്ടും ഡാൻസ് ചെയ്യോ? സ്റ്റെപ്പ് വരുമോ? ഡാൻസ് കളിക്കാം, ഡാൻസ് കളിക്കാം. ഫസ്റ്റ് ബിയിലോട്ട് ഇനി ആവോ? ഫസ്റ്റ് ബി ആണ്. ഫസ്റ്റ് ബിയിലോട്ട് കയറി നാളെ മുതൽ അല്ലേ? അടിപൊളി പഠിക്കാം. നോക്കാരോ ഡാൻസ് പഠിപ്പിച്ചെന്ന്? ഡാൻസ് പഠിപ്പിച്ചെന്നാരാ? ഇവിടുത്തെ പിള്ളേരെല്ലാം പോലെ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട, അവർ സ്വയം പഠിച്ചു. ആക്ച്വലി കുറെ നേരം കൊണ്ട് പറയുന്നുണ്ട്. അടിപൊളി. ഇവിടെ കുട്ടി ഡാൻസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് തോന്നുന്നത്. അടിപൊളി. നിങ്ങളുടെ ഡാൻസ് കാണുന്നുണ്ട് ഇവിടെ. താങ്ക് യു മിത്രശക്തി. യെസ്, നമ്മൾ ഉടനെ ഞാൻ പഠിക്കും. കൂടത്തുള്ള ഹർഷിയോടൊപ്പം ഡാൻസ് കളിക്കും. റെഡി? വാ, ഒരു വലിയ കൈ കൊടുക്കോ. ഓക്കെ, ഡാൻസ് കളിച്ച് തുടർന്ന. നേരത്തെ പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്നെ പിടിച്ച് ഗായകനാക്കുന്നതിന് മുന്നേ ഞാൻ എന്നെ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഗായകനാക്കിയ പാട്ട് പാടട്ടെ. മെലഡി പാടട്ടെ ഞാൻ. സ്നേഹിച്ചു നിന്നുക പാടത്തി നിന്നെന്തു തെളിമ നീ ഡാൻസ് കളിക്കാൻ കേട്ടോ? ഉറപ്പാണ്. എന്റെ അറിയാതെ ഇവിടെ ഭയങ്കര പവറാണ്. ഇതാണെങ്കിൽ ഫ്രണ്ടിലും പവറാണ്, ബാക്കിൽ ഇത്തിരി കുറവാണ്. പക്ഷെ എന്നാലും ബാക്കിലുണ്ട്. വൻ പവറാണ്. സത്യം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, കാരണം അത്ര ആൾക്കാരാണ് അവിടെ. ഫ്ലാഷ് ഇട്ടപ്പോഴാണ് ആക്ച്വലി മനസ്സിലാവുന്നത്. അപ്പൊ എല്ലാം ഒരുമിച്ച് വൈബ് ചെയ്യാനുള്ളൊരു പാട്ടുണ്ട്. ഒരുമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മൾ വേർതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും മലയാളികൾ നമ്മളൊന്നല്ലേ? തൊലിയുടെ നിറം എന്താണെങ്കിലും, പോക്കറ്റിലെ പണത്തിന്റെ വലിപ്പം എന്താണെങ്കിലും, ജാതി മതം എന്താണെങ്കിലും, നമ്മ മലയാളികളൊന്നല്ലേ? അത് തന്നെയാണ് നമ്മുടെ ട്രാക്കിന്റെ പേര്. നമ്മളൊന്നല്ല. ആ ട്രാക്ക് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ കോഴിക്കോർക്ക് മനസ്സിലാകും. ഒരു കുപ്പലമുള്ള കരം കൊണ്ട് പങ്കായം പിടിച്ചോ? എന്തോ ആ വഞ്ചിനെ ഇറക്കുക.